ഇന്നത്തെ ഈ മീറ്റിംഗ് വിവാഹിതരായവർക്കാണ്. എന്നാൽ നമ്മൾ വിവാഹിതരാകാത്തവരെയും ഇതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടല്ലോ. അവർക്ക് ഉത്സാഹവും പ്രതീക്ഷയും കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏകാഗികളായ ചിലർക്ക് അവരുടെ വിവാഹം എപ്പം നടക്കുമെന്നറിയില്ല. ചെറുപ്പക്കാരായ നിങ്ങൾ എല്ലായ്പ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു വാക്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 14-ാമത്തെ വാക്യം. നിങ്ങൾ അവിശ്വാസികളോടുകൂടെ ഇണയില്ലാ പിണ കൂടരുത്, ഒരു നുകത്തിൽ കൂട്ടിക്കെട്ടരുത്. കാരണം നീതിക്കും അനീതിക്കും തമ്മിൽ എന്ത് പൊരുത്തം? വെളിച്ചത്തിന് ഇരുളിനോട് എന്തു കൂട്ടായ്മ? വേദപുസ്തകം പറയുന്നത് വിശ്വാസികളെയും അവിശ്വാസികളെയും പറ്റിയാണ്. വേദപുസ്തകം പറയുന്നത് വെളിച്ചത്തെയും ഇരുളിനെയും പറ്റിയാണ്. വെളിച്ചത്തിൻ്റെ മക്കളുമുണ്ട്, അതുപോലെ ഇരുളിൻ്റെ മക്കളുമുണ്ട്. വിശ്വാസികളുമുണ്ട്, അതുപോലെ അവിശ്വാസികളുമുണ്ട്. എന്നാൽ നമുക്ക് ആരെയും കുനിഞ്ഞു നോക്കാൻ കഴിയില്ല. എന്നാൽ ഈ കാര്യം നാം അറിയണം, വീണ്ടും ജനിക്കുക എന്ന് പറയുന്ന ഒരു അനുഭവമുണ്ട്. ഒരാൾ ഈ ലോകത്തിലേക്ക് ജനിക്കുന്നു, അതെന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ യേശു വീണ്ടും ജനിക്കുന്നതിനെക്കുറിച്ച് പറയുന്നു. അതൊരു 2-ാം ജന്മമാണ്, ഒരു പുതിയ ജന്മം. അത് ആത്മീകമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് സംഭവിക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി, ഞാൻ വീണ്ടും പറയുകയാണ്, മാനസാന്തരപ്പെടുന്നു, യേശുവിനെ സ്വീകരിക്കുന്നു. ആദ്യം അവർ മാനസാന്തരപ്പെടുന്നു, അതിനുശേഷം യേശുവിനെ കർത്താവായിട്ട് സ്വീകരിക്കുന്നു. നിങ്ങളുടെ കർത്താവാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവായിട്ട് സ്വീകരിക്കാൻ കഴിയില്ല. ഒരേ സിംഹാസനത്തിൽ 2 കർത്താക്കന്മാർക്ക് ഇരിക്കാൻ കഴിയില്ല. ആദ്യം സ്വയത്തെ ആ സിംഹാസനത്തിൽ നിറക്കണം, പിന്നെ കർത്താവിനെ അവിടെ കർത്താവായിട്ട് വാഴിക്കണം. അതിനെയാണ് മാനസാന്തരം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വിവാഹിതരാകുമ്പോൾ മറ്റേ ആളെ ഒരു വീണ്ടും ജനിക്ക വിശ്വാസിയാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ആകെ കൊഴിഞ്ഞു മറിഞ്ഞ ജീവിതം നടത്തുന്ന അനേക ദമ്പതിമാരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. കാരണം അവരെടുത്ത തെറ്റായ തീരുമാനമാണത്. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞു പോയി എങ്കിൽ, അതിനുശേഷമാണ് നിങ്ങൾ വീണ്ടും ജനിച്ചെങ്കിൽ, നിങ്ങളുടെ ഭാര്യയെയും ദൈവം അതിലേക്ക് കൊണ്ടുവരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക. എന്നാൽ നിങ്ങൾ അവിവാഹിതനാണെങ്കിൽ ആ തീരുമാനം ഇപ്പം നിങ്ങൾക്ക് എടുക്കാൻ കഴിയും. നമ്മൾ ഇത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ദൈവവചനത്തിലെ സത്യം അങ്ങനെ തന്നെ നിലനിൽക്കും. ഞാൻ ദൈവവചനം നിങ്ങളെ കാണിക്കാം, അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എൻ്റെ ഐഡിയ അല്ലെന്ന്. ഇത് ശ്രദ്ധിക്കുക. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3:9 ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരെന്നും പിശാചിൽ നിന്ന് ജനിച്ചവൻ ആരെന്നും പറയുന്നു. 1 യോഹന്നാൻ 3:9 വാക്യം. ഇംഗ്ലീഷിൽ അത് ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്തുകൊണ്ടേയിരിക്കുന്നില്ല. ഇനി 10-ാം വാക്യം നോക്കിക്കേ. 1 യോഹന്നാൻ 3-ാം അധ്യായം 10-ാം വാക്യം. അവിടെ പറയുന്നത് ദൈവത്തിൻ്റെ മക്കളുമുണ്ട്, പിശാചിൻ്റെ മക്കളുമുണ്ട്. ഇവിടുന്ന് നിങ്ങൾക്ക് ആ വ്യത്യാസം കാണാനായിട്ട് കഴിയും. നീതി പ്രവർത്തിക്കാത്തവനാരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളുമുണ്ട്, പിശാചിൻ്റെ മക്കളുമുണ്ട്. ഞാൻ ആരുടെ അടുക്കൽ പോയി നീ പിശാചിൻ്റെ മകനാണെന്ന് പറയില്ല. അതല്ല എൻ്റെ ജോലി, അത് ദൈവത്തിൻ്റെ ജോലിയാണ്. അവനാണത് തീരുമാനിക്കുന്നത്. എന്നാൽ നാം ഈ ലോകത്തിലേക്ക് ജനിച്ചപ്പം ദൈവമക്കളായിട്ടല്ല നമ്മൾ ജനിച്ചത്. ലൗകികരായ മാതാപിതാക്കളുടെ മക്കളാണ്. ആ പാപപ്രകൃതം നമ്മളിലുണ്ടായിരുന്നു. നാം മുതിർന്നു വന്നപ്പം പിശാചിൻ്റെ മക്കളായിട്ട് നമ്മൾ ജീവിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്, നമ്മൾ പിശാചിൻ്റെ സ്വഭാവമായ കോപവും ഈർഷ്യവും ഒക്കെ ഉള്ളവരായിട്ട് വളർന്നു വന്നു. പരാതിയും നികളവും പെറുപെറുപ്പും അങ്ങനെ പിശാചിലുള്ളതെല്ലാം നമ്മളിലും ഉണ്ടായി. നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വന്നപ്പോൾ അവരിലും ഉണ്ടായി. പിന്നെയാണ് വീണ്ടും ജനനം നമുക്കുണ്ട്. ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതല്ല. എന്നാൽ ദൈവത്തോടുള്ള നമ്മുടെ മനോഭാവം അത് വ്യത്യാസപ്പെട്ടുകൊണ്ടിരുന്നു. പിശാചിനോടുള്ള നമ്മുടെ മനോഭാവം വ്യത്യാസപ്പെട്ടു വന്നു. അങ്ങനെ ദൈവമക്കളായി. ദൈവമക്കളെക്കുറിച്ചും പിശാചിൻ്റെ മക്കളെക്കുറിച്ചും വേദപുസ്തകം പറയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് വിവാഹത്തെപ്പറ്റി ചിന്തിക്കുന്ന നിങ്ങൾ ഈ കാര്യം വളരെ ഗൗരവമായിട്ട് എടുക്കണം. ശരി, ലഘുവായ ഒരു ചോദ്യം, നിങ്ങൾ ഉത്തരം പറയുക. ഒരു ദൈവത്തിൻ്റെ മകൻ പിശാചിൻ്റെ ഒരു മകളെ വിവാഹം കഴിച്ചാൽ അവൻ്റെ അമ്മായിയപ്പൻ ആരായിരിക്കും? അതിൻ്റെ ഉത്തരം നിങ്ങൾക്കറിയാമല്ലോ. ദൈവത്തിൻ്റെ മകൻ പിശാചിൻ്റെ മകളെ വിവാഹം കഴിച്ചാൽ ആരാണ് അവരുടെ അമ്മായിയപ്പൻ? ശരി, നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഉത്തരം നിങ്ങൾക്കറിയാം. നിൻ്റെ അമ്മായിയപ്പൻ നിരന്തരം നിൻ്റെ വീട്ടിൽ വരും, നിനക്ക് തടയാൻ കഴിയില്ല. നിനക്കതിന് കഴിയുമോ? ഇല്ല.
അതുകൊണ്ടാണ് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയുന്നത്. സൗന്ദര്യം കണ്ടുകൊണ്ട് മാത്രമോ പണമോ അധികാരമോ അതൊന്നും സന്തോഷകരമായ ഒരു കുടുംബജീവിതം നിങ്ങൾക്ക് തരത്തില്ല. അത് വേണ്ടാന്നല്ല, അതിനല്ല മുൻഗണന. ആത്മാവും ദേഹിയും ദേഹവുമാണ് മനുഷ്യൻ. ആത്മാവിനാണ് മുൻഗണന. വിവാഹം എന്ന് പറയുന്നത് ആത്മാവിൽ ഒന്നായി ചേരുന്നതാണ്. കർത്താവിനെ സ്നേഹിക്കുന്ന രണ്ടുപേര് ഒരുമിച്ച് ചേരുന്നതാണ്. ദേഹിയും ദേഹവും അതിനുശേഷം മാത്രമാണ് വരുന്നത്. ആത്മാവായിരിക്കണം ഒന്നാമത്. വിവാഹിതരല്ലാതെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം അതാണ്. ആ ബുക്ക് സ്റ്റോളിൽ ഞാൻ എഴുതിയ 2 പുസ്തകങ്ങളുണ്ട്. 50 വർഷം മുമ്പ് എഴുതിയ പുസ്തകമാണ്. അതിൽ പറയുന്നത് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഹിതം അറിയുക ഒരു ചെറിയ പുസ്തകമാണ്. അടുത്ത പുസ്തകം ലൈംഗികത, സ്നേഹം, വിവാഹം എന്നതാണ്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ അതെങ്ങനെ ആയിരിക്കണം. ഇന്ത്യയിലുള്ള നമ്മുടെ എല്ലാ സഭകളിലുമുള്ള ചെറുപ്പക്കാർ നിർബന്ധമായിട്ട് വായിക്കാനായിട്ട് ഉത്സാഹിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. അത് വായിക്കുക. പല ഇന്ത്യൻ ഭാഷകളിലും നമ്മളത് പരിവർത്തനം ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ ചെറുപ്പക്കാർ ദൈവഹിതപ്രകാരമുള്ള വിവാഹ ജീവിതത്തിൽ ചെന്നെത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ്. ഈ 2 പുസ്തകങ്ങൾ വായിക്കാനായിട്ട് അധിക സമയം നിങ്ങൾക്ക് വേണ്ട. അത് വായിക്കുക. ഒരു വിവാഹ പങ്കാളിയെ എങ്ങനെ കണ്ടെത്താമെന്ന് അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. നിങ്ങളെപ്പറ്റിയുള്ള ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കി തരും. അത് നിങ്ങളെ വളരെ സഹായിക്കും.